തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച ആഭ്യന്തര സെക്രട്ടറി പൂരം അലങ്കോലപ്പെട്ടിട്ടും MR അജിത് കുമാർ ഇടപെട്ടില്ലെന്ന റിപ്പോർട്ട് മുൻ DGPയുടെ റിപ്പോർട്ടിനെ ശരിവെക്കുന്നതെന്നും സൂചന. കേരള സർവകലാശാലയിൽ പോരിൽ KS അനിൽകുമാറിനെ വീണ്ടും പിന്തുണച്ച് സിൻഡിക്കേറ്റ്. രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം ഓടിക്കുന്നത് തടയാൻ VC-ക്ക് അധികാരമില്ല. സർവകലാശാലയിലെ നിയന്ത്രണാധികാരം സിൻഡിക്കേറ്റിനെന്നും വാദം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനത്തിന് ഗവർണർക്ക് പട്ടിക കൈമാറി സർക്കാരിന്റെ 3-അംഗ പാനൽ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി രാജ്ഭവൻ. റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും പരിഗണിക്കും. കേസിൽ സർക്കാർ അപ്പീൽ നൽകില്ല. അപ്പീലിന് പോയാൽ പ്രവേശന നടപടിയെ ബാധിക്കുമെന്ന് സർക്കാർ. സ്വകാര്യ ബസ് ഉടമകളുമായുള്ള ഗതാഗത മന്ത്രിയുടെ ചർച്ച ഇന്ന്. ഗതാഗത കമ്മീഷണറും സമരസമിതി നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ വർധന അടക്കമുള്ളവ ചർച്ച ചെയ്യും. യമനിലെ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ചർച്ചകൾ ഇന്നും തുടരും. ദയാധനത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. മരിച്ച തലാലിന്റെ കുടുംബത്തിന്റെ നിലപാടും നിർണായകം. ഇന്ന് നടക്കാനിരുന്ന വധശിക്ഷ മരവിപ്പിക്കുമെന്ന വിവരം ആദ്യം പുറത്തുവിട്ടത് കേരള വിഷൻ ന്യൂസ്. ദയാധനം സ്വീകരിക്കില്ലെന്നും ദൈവത്തിന്റെ നീതി നടപ്പാവട്ടെ എന്ന് തലാലിന്റെ സഹോദരൻ BBC-യോട്. വിഷയത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം. ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നത് 72 ദിനങ്ങൾ. ലോറിയും അർജുനെയും കണ്ടെത്തിയത് സെപ്റ്റംബർ 25-ന്. കണ്ണീരോർമ്മയിൽ കുടുംബം. മണ്ണിടിച്ചിലിൽ മരിച്ചത് അർജുനടക്കം 11 പേർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചലിൽ മഴക്കെടുതിയിൽ മരണം 100 കടന്നു. ജാർഖണ്ഡിലും ജാഗ്രത. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണത്തിന് പിന്നാലെ പരാതിയുമായി കാണാതെ പെൺകുട്ടിയുടെ മാതാവ്. പരാതി നൽകിയത് 2003-ൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മാതാവ്. ദക്ഷിണ കർണാടക ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി സമർപ്പിച്ചു. അനന്യ ഭട്ടിനെ കാണാതായത് ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിനെത്തിയപ്പോൾ.